Hello friends, welcome to KS Mentor. Degree level exams in the ഭാഗമായി നടത്തുന്ന ഫ്രീ വീഡിയോ സീരീസ് ആയ ഗെയിം ഓഫ് PYQസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാലോ ഏതൊരു എക്സാംസ് ആണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. സോ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഇത്തവണത്തെ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതുന്ന ലൈക്ക് SI, LSCS, എക്സൈസ് പോലെയുള്ള പരീക്ഷകൾ എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആസ്പിറൻസിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണിത്. നമുക്കറിയാം എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മുടെ പ്രിപ്പറേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എവിടെ നിന്നാണ് PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണമെങ്കിൽ PYQയുടെ അനാലിസിസ് ഉണ്ടാവണം. സോ ഇന്ന് നമ്മൾ ജോഗ്രഫിയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അനലൈസ് ചെയ്യുന്നത്. ആൻഡ് ആ ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ റോക്സ്. നിങ്ങളുടെ സിലബസിൽ റോക്സ് എന്നുള്ള ഭാഗത്തെ ടൈപ്സ് ഓഫ് റോക്കിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം, ആ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 37/23 കഴിഞ്ഞ വർഷം നടന്ന ഡിഗ്രി ലെവൽ എക്സാംസിലും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇത്തരത്തിലായിരുന്നു: ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് നോട്ട് കറക്റ്റ്. കറക്റ്റ് അല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യന്റെ ഡിമാൻഡ്. ആൻഡ് എന്തിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്? ഇഗ്നിയസ് റോക്സിനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെന്റ്സ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നു ഇഗ്നിയസ് റോക്സ് എന്താണ്, വോൾക്കാനിക് ഇൻ ടൈപ്പ് ആണ്, ഫോസിൽസ് ഇല്ല. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു ഗ്രാനൈറ്റും ബസാൾട്ടും ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾസ് ആണെന്ന്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നു ഇഗ്നിയസ് റോക്സ് ആർ പ്രൈമറി റോക്സ്. ആദ്യത്തെ റോക്ക് പ്രൈമറി റോക്സ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇഗ്നിയസ് റോക്സ് ഹാവ് ലെയേർഡ് സ്ട്രക്ചർ. പല പല ലെയർ ആയിട്ടാണ് ഓരോ ഇഗ്നിയസ് റോക്ക് ഇരിക്കുന്നതെന്നാണ് എന്ത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് അവകാശപ്പെടുന്നത്. സോ ഇതിന്റെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് 2 only, both 1 and 4, 4 only, none of the above. ഇത്തരത്തിലാണ് ഓപ്ഷൻസും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഇഗ്നിയസ് റോക്കിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ PSC ചോദിച്ചിരിക്കുന്നു. നമ്മൾ അടിസ്ഥാനപരമായി ഇഗ്നിയസ് റോക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ നമുക്ക് അതൊന്ന് നോക്കാം. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കാം. സോ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് റോക്ക് ആക്ച്വലി? റോക്ക് എന്ന് പറയുന്ന കാര്യം എന്താ? ഇപ്പോൾ ഇഗ്നിയസ് റോക്ക് ഉണ്ടെന്നൊക്കെ ക്വസ്റ്റ്യനിൽ വന്നു. ശരിക്കും ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? റോക്ക് എന്താ? റോക്ക് മറ്റൊന്നുമല്ല, ആക്ച്വലി എന്താ, മിനറൽസിന്റെ ഒരു അഗ്രിഗേറ്റ് ആണ്. കുറേ അധികം മിനറൽസ് ചേർന്നിട്ട് ഒരു അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഒരു ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ റോക്സ് മെയിൻലി 3 തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഇഗ്നിയസ് റോക്ക്, ഒന്ന് സെഡിമെന്ററി റോക്ക്, ഒന്ന് മെറ്റമോർഫിക് റോക്ക്. അതിൽ നിന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് നോക്കാൻ പോകുന്നത് ഇഗ്നിയസ് റോക്ക് എന്നുള്ളൊരു ഭാഗത്തെ പറ്റിയാണ്. സോ ഇഗ്നിയസ് റോക്കിന്റെ ചില പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് പറയുന്നത് എന്താ? പ്രൈമറി റോക്സ് എന്നാണ്. എന്തുകൊണ്ടാണ് ഇഗ്നിയസ് റോക്കിനെ പ്രൈമറി എന്ന് പറയുന്നത്? ഇത് മാഗ്മയിൽ നിന്ന്, മാഗ്മ തണുത്തുറഞ്ഞുണ്ടാവുന്ന റോക്കാണല്ലേ ഇഗ്നിയസ് റോക്ക്. അതുകൊണ്ട് തന്നെ മാഗ്മയിൽ നിന്ന് ആരംഭിച്ച് അവിടെ നിന്നാണ് സത്യം പറഞ്ഞ എന്താ റോക്ക് സൈക്കിളിന്റെ ഒരു ഫോർമേഷൻ തന്നെ ആരംഭിക്കുന്നത്, റൈറ്റ്? അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ആദ്യത്തെ ഒരു റോക്ക് ഫോർമേഷനിൽ നിന്ന് എന്താണ് ശരിക്കും പറഞ്ഞാൽ റോക്ക് സൈക്കിൾ. ഇതിൽ നിന്ന് പിന്നെ എന്താണ് മെറ്റമോർഫിക് റോക്സ് ആവാം, സെഡിമെന്ററി റോക്സ് ആവാം. അങ്ങനെ പല തരത്തിലുള്ള റോക്ക് സൈക്കിളിന്റെ ഒരു ഇനിഷ്യേഷൻ തന്നെ എവിടെ നിന്നാണ്? ഈ ഇഗ്നിയസ് റോക്കിൽ നിന്ന്, ആദ്യമുണ്ടായ റോക്കിൽ നിന്ന്. അതുകൊണ്ടാണ് ഇവനെ എന്ത് വിളിക്കുന്നത്? പ്രൈമറി റോക്ക് എന്ന് വിളിക്കുന്നത്. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിലെ ഒരു സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത് ഇഗ്നിയസ്. ഇഗ്നസ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഫയർ എന്നാണ് അർത്ഥം. സോ അതും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? മാഗ്മയിൽ നിന്നാണെന്ന് പറഞ്ഞു. മാഗ്മ തണുത്തുറഞ്ഞിട്ടാണ്, അതായത് സോളിഡിഫിക്കേഷൻ ഓഫ് ലാവ ഓർ മാഗ്മ. മാഗ്മ എർത്തിന്റെ സർഫസിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? ലാവ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ മാഗ്മ അല്ലെങ്കിൽ ലാവ തണുത്തുറഞ്ഞിട്ടാണ് എന്തുണ്ടാവുന്നത്? ഇഗ്നിയസ് റോക്സ് ഉണ്ടാവുന്നത്. യൂഷ്വലി ഇവർക്ക് എന്താണ് ലെയേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവർ ക്രിസ്റ്റലൈനുമാണ്. അതായത് എന്താണ് ഇത് ഫോം ചെയ്യുന്നത്? എങ്ങനെയായി? തണുത്തുറയുന്നത് ഒരുമിച്ചാണ്. ലൈക്ക് ഇതിന്റെ ഡെപ്തും സമയവും അനുസരിച്ചിട്ടാണ് എന്ത് ഇഗ്നിയസ് റോക്കിന്റെ ടെക്സ്ചർ അല്ലെങ്കിൽ അതിന്റെ ക്രിസ്റ്റലൈൻ നേച്ചറിന്റെ സൈസ് എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പൊ സെഡിമെന്ററി റോക്സ് ഒക്കെ എങ്ങനെയാ? ഓവർ ദ ടൈം ഓരോ ലെയർ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ഒരു ലെയർ വരുന്നു, പിന്നെ അടുത്ത ലെയർ വരുന്നു, കാലങ്ങൾ കൊണ്ട് ബിൽഡ് ചെയ്ത് വരുന്നതാ. ഇഗ്നിയസ് റോക്ക് എങ്ങനെയാ? തണുത്തുറയാണ്. ഒരു സ്ട്രക്ചർ എന്താ? ടൈം വിത്ത് റെസ്പെക്ട് ടു, അതേപോലെ ഏത് ഭാഗത്ത് നിന്ന് ഇത് തണുത്തുറയുന്നു എന്നൊക്കെ ഉള്ളത് ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ യൂഷ്വലി എന്താണ് ഇവരെ അങ്ങനെ സ്ട്രാറ്റിഫൈഡ് ആയിട്ടോ അങ്ങനെയൊന്നും അല്ല കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇവരെങ്ങനെയാണ് ക്രിസ്റ്റലൈൻ നേച്ചറിലാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. ഇനി വെരി ഇമ്പോർട്ടൻറ്റ്,
ഇതിലെന്താണ് ജനറലി ഫോസിൽസ് കാണില്ല. നമുക്കറിയാം ഇഗ്നിയസ് റോക്ക് എങ്ങനെയാ, മാഗ്മയിൽ നിന്നാണ് ഉണ്ടായത്. മാഗ്മ എങ്ങനെയാണ് ഇരിക്കുന്നത്, വളരെയധികം ചൂടുള്ള ഒരു മെറ്റീരിയൽ ആണ് അല്ലേ. അപ്പൊ അതിൽ ഫോസിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, പൊതുവെ എന്താ, അസ്ഥികൾ അല്ലേ. അപ്പൊ അത് ഡെഫിനറ്റ്ലി ഇത്രയും ചൂടിൽ സർവൈവ് ചെയ്യോ, ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, പൊതുവേ ഇഗ്നിയസ് റോക്സിൽ ചിലപ്പോൾ എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടായാലായി, പക്ഷേ എങ്ങനെയാണ് 90% കേസസിലും എന്താണ്, ഇഗ്നിയസ് റോക്സിൽ ഫോസിൽസിന്റെ പ്രസൻസ് ഉണ്ടാവുന്നില്ല. സോ ഇതാണ് മെയിൻലി ആയിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇഗ്നിയസ് റോക്ക് എന്നുള്ളൊരു കാറ്റഗറിയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇഗ്നിയസ് റോക്കിനെ കുറിച്ച് ഇത്രയും പറഞ്ഞല്ലോ, ഇനി ഇതിന്റെ ക്ലാസിഫിക്കേഷൻ അറിയണം. അതായത് എവിടെ നിന്ന് ഇത് ഫോം ചെയ്യുന്നു, ഏത് ഡെപ്തിൽ, എർത്തിന്റെ പുറത്താണോ എർത്തിന്റെ അകത്താണോ, എത്രത്തോളം ഇന്റീരിയറിലാണ്, അതുപോലെ ഇവരുടെ ടെക്സ്ചർ, ഇവരുണ്ടാവുന്നതിന്റെ സൈസ്, ഗ്രെയിൻ ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൈൻ സ്ട്രക്ചർ ആണോ, ആ ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു തരത്തിലെ ക്ലാസിഫിക്കേഷൻ കൂടാതെ സിലിക്കയുടെ കോണ്ടന്റ് വെച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം ബേസ്ഡ് ഓൺ ടെക്സ്ചർ. ഓക്കെ, അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ്? ഇപ്പോൾ ഒരുപാട് കൂൾഡ് സ്ലോലി അറ്റ് ഗ്രേറ്റർ ഡെപ്ത്, അതായത് വളരെയധികം താഴ്ചയിലാണ് ഇത് കൂളാവുന്നതെങ്കിൽ, അതായത് എർത്തിൻ്റെ ഇൻറ്റീരിയറിലാണ് കൂളാവുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിൻ്റെ ഗ്രെയിൻസിൻ്റെ സൈസ് എങ്ങനെയാണ്, വെരി ലാർജ് ആണ്. അതായത് ഡെപ്തിലാവുമ്പോൾ എന്താ, ക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് ഫോം ചെയ്യാൻ എന്താ സമയമെടുക്കും, കുറച്ചുകൂടെ സമയമെടുത്തായിരിക്കും കൂൾ ഓഫ് ആകുന്നത്. അതായത് ബാക്കി ഏജൻസിൻ്റെയും കാര്യങ്ങളിലേക്ക് സപ്പോർട്ട് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഡെപ്തിൽ പോകുമ്പോൾ എന്താ, സൈസ് കൂടുതലായിരിക്കും, കുറച്ചുകൂടെ വലിയ വെരി ലാർജ് സൈസിലുള്ള ഗ്രെയിൻസ് ആയിരിക്കും ഇവിടെ ഗ്രേറ്റർ ഡെപ്തിലുള്ളത്. അതേസമയം സഡൻ കൂളിംഗ്, സർഫസിലാണെങ്കിൽ എന്താ, പെട്ടെന്ന് ആര് കൂളാവും, നമ്മുടെ മാഗ്മ കൂളാവും. പലതുമായിട്ട് ഇന്ററാക്ഷൻ വന്നിട്ട് എന്താ, പെട്ടെന്നുള്ള ഇന്ററാക്ഷനിൽ മാഗ്മ കൂളാവും. അതുകൊണ്ട് തന്നെ എന്താ, ഒരുപാട് വലിയ ക്രിസ്റ്റൽസ് ഫോം ചെയ്യില്ല. ഇൻസ്റ്റഡ് എന്താണ്, വളരെ ചെറിയ രീതിയിലുള്ള സ്മൂത്ത് ഗ്രെയിൻ, സ്മോൾ ആൻഡ് സ്മൂത്ത് ഗ്രെയിൻ, സ്മോൾ വളരെ സൈസ് ചെറുതും സ്മൂത്തുമായിട്ടുള്ള ഗ്രെയിൻസ് ആയിരിക്കും എപ്പോൾ ഉണ്ടാവുക, നമുക്ക് സർഫസിൽ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് കൂളിംഗ് എന്നുള്ള നിലയ്ക്കാണെങ്കിൽ ഉണ്ടാവാം. ഇനി ഇന്റർമീഡിയറ്റ് കണ്ടീഷൻസ് ആണെങ്കിലോ ഇതിൻ്റെ ഒരു ഇന്റർമീഡിയറ്റ് സൈസിലായിരിക്കും. അതായത് ലൈക്ക് ഒരുപാട് ചെറുതുമല്ല ഒരുപാട് വലുതുമല്ല, അങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് നേച്ചറിലായിരിക്കും ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടാവുക. സോ ഏറ്റവും കൂടുതൽ ഡെപ്ത് ആണെങ്കിൽ എന്താണ്, സൈസ് വലുതായിരിക്കും. അതേസമയം അല്ല, പെട്ടെന്ന് കൂൾ ചെയ്യുന്ന സഡൻ കൂളിംഗ് ആണെങ്കിൽ എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും, ഫൈൻ ടെക്സ്ചർ ആയിരിക്കും. ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ എന്താ, ഒരുപാട് ഫൈനുമല്ല എന്നാൽ ഒരുപാട് വലുതുമല്ല, അങ്ങനെ ഒരു ഇൻ ബിറ്റ്വീൻ നേച്ചറിലായിരിക്കും. ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, എന്ത്, ബേസ്ഡ് ഓൺ ദ ടെക്സ്ചർ. അതേപോലെ ഡെപ്ത് ഒന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇനി ഡെപ്ത് എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഒരു ടെർമിനോളജിയും ക്വസ്റ്റ്യൻസിൽ കണ്ടുവരാറുണ്ട്. അതായത് ഇന്റീരിയറിൽ ഉണ്ടാവുന്ന ഇഗ്നിയസ് റോക്കിനെ നമ്മൾ പ്ലൂട്ടോണിക് റോക്ക്, എന്താണ് പ്ലൂട്ടോണിക് റോക്ക് എന്നും, അതേസമയം ഇന്റർമീഡിയറ്റ് ലെവൽ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇന്റർമീഡിയറ്റ് ലെവൽ, അവനെ നമ്മൾ എന്ത് വിളിക്കും, ഹൈപ്പർബീസൽ റോക്ക് അല്ലെങ്കിൽ ഡൈക്ക് റോക്സ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അതേപോലെ എക്സ്റ്റേണൽ, പുറത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു സഡൻ കൂളിംഗ് ഒക്കെ ഉണ്ടാവുന്ന കാര്യമല്ലേ, വോൾക്കാനിക് റോക്ക് അല്ലെങ്കിൽ ലാവ റോക്ക് അല്ലെങ്കിൽ മാഗ്മ റോക്സ് എന്നൊക്കെ ആരെ വിളിക്കാറുണ്ട്, ഈ വോൾക്കാനിക് റോക്സിനെ വിളിക്കാറുണ്ട്. സോ ഇത്തരത്തിലും ഒരു ക്ലാസിഫിക്കേഷൻ എവിടെയുണ്ട്, ഇഗ്നിയസ് റോക്കിനുണ്ട്. തീർന്നിട്ടില്ല, ഒരു തരത്തിലുള്ളൊരു ക്ലാസിഫിക്കേഷൻ കൂടെ അറിഞ്ഞിരുന്നാലേ നമ്മുടെ ഇഗ്നിയസ് റോക്കിന്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ ഡിസെക്ഷൻ രീതിയും നമ്മൾ കണ്ടുവരുള്ളൂ. സോ ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. സോ അതെന്താണ്, സിലിക്ക കോണ്ടന്റ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്കറിയാം നമ്മുടെ ലാവ ഏതൊക്കെ ടൈപ്പിലാണ് ഉള്ളത്, ആസിഡ് ലാവയുണ്ട്, ബേസിക് ലാവയുണ്ട് അല്ലേ, ആസിഡ് ഉണ്ട്, ബേസിക് ഉണ്ട്. ആൻഡ് ഇവരെ നമ്മൾ തിരിക്കുന്നത് ഒരു കുറേ ഘടകങ്ങളുണ്ട് ഇവരെ വ്യത്യസ്തമാക്കുന്നത് അല്ലേ. അതിലൊരു ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് എന്തായിരുന്നു, സിലിക്കയുടെ കോണ്ടന്റ് ബേസ് ചെയ്തിട്ടായിരുന്നു. ആസിഡ് ലാവയാണെങ്കിൽ സിലിക്കയുടെ കണ്ടന്റ് കൂടുമെന്നും ബേസിക് ലാവയാണെങ്കിൽ സിലിക്കയുടെ കണ്ടന്റ് കുറയുമെന്നും നമ്മൾ ഫ്ലൂവബിലിറ്റിയെ കുറിച്ച് പറഞ്ഞല്ലേ. ബേസിക് ലാവയ്ക്ക് സിലിക്ക കണ്ടന്റ് കുറവാണ്, വളരെയധികം ദൂരം അതിന് ഒഴുകാൻ പറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക്കലി നമ്മൾ ക്ലാസ്സുകളിലും ഒക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ എല്ലാവരും ആ ഒരു ഫാക്ട് അവെയർ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് റിവൈസ് ചെയ്താൽ മതി, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സ് റിവൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഇവിടെ നമ്മൾ അതേപോലെ ഈ ലാവയിൽ നിന്നുണ്ടാവുന്നതാണ് ആര്, നമ്മുടെ ഇഗ്നിയസ് റോക്സ്. സോ ബേസിക്കലി ബേസ്ഡ് ഓൺ ദ കോണ്ടന്റ് ഓഫ് സിലിക്ക ഇവരെ എങ്ങനെ തിരിക്കുന്നുണ്ട്, ആസിഡ് ഇഗ്നിയസ് റോക്ക് എന്നും ബേസിക് ഇഗ്നിയസ് റോക്സ് എന്നും നമ്മൾ രണ്ട് തരത്തിൽ തിരിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ദിസ് ഗ്രാനൈറ്റ്, ബേസിക്കിൻ്റെ ആണെങ്കിൽ ഗബ്ബറോ, ഡോളറൈറ്റ്, ബസാൾട്ട്. ഓക്കെ, ഈ മൂന്നും എന്താണ്, അതിന് എക്സാമ്പിൾ ആണ് ബേസിക് ഇഗ്നിയസ് റോക്സിൻ്റെ. ഈ ക്ലാസിഫിക്കേഷൻ ഈ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം, ക്വസ്റ്റ്യൻസ് വരാൻ പൊട്ടൻഷ്യൽ ഏരിയ ആണ്. എങ്ങനെയാണ് സിലിക്ക കോണ്ടന്റ് വെച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് വരാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ്. സോ
ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇഗ്നിയസ് റോക്സിനെ കുറിച്ച് അത്യാവശ്യം ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മൾക്ക് കുറച്ച് എക്സാമ്പിൾ കൂടെ നോക്കാം. ഫേമസ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ നമ്മൾ എന്തായാലും വിട്ടുപോകാതെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സെറ്റ് ഓഫ് ഇഗ്നിയസ് റോക്സ്. അതിന് എക്സാമ്പിൾ ആണ് ഒന്ന് ഗ്രാനൈറ്റ്, നമ്മളിപ്പോൾ പഠിച്ചു. ഗബ്ബറോ, പെഗ്മറ്റൈറ്റ്, ബസാൾട്ട്, ബ്രേഷ്യ ആൻഡ് ടഫ്, ഇത്രയും പേരുകളൊന്ന് നോക്കി വെച്ചേക്കുക. ഇതിൽ ഗ്രാനൈറ്റ്, ഗബ്ബറോ, ബസാൾട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ മാറി മാറി വരുന്ന കാര്യമാണ്. ബാക്കിയുള്ള പേരുകളും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ ബേസിക് ഇഗ്നിയസ് റോക്കിന്റെ കൂട്ടത്തിലുള്ള റോക്കും കൂടെ നോക്കി വെക്കുക. ഇനി നമ്മൾക്ക് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പോയി നോക്കിയാലോ. ഇഗ്നിയസ് റോക്സ് ആർ വോൾക്കാനിക് ടൈപ്പ്, ഹെൻസ് നോ ഫോസിൽസ്. നമ്മൾ പറഞ്ഞു, ചൂടിന്റെ കാര്യമൊക്കെ പറഞ്ഞു. സോ യെസ്, ഇത് കറക്റ്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനെ ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ് ആണ്. ഓക്കെ, ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട് ആർ എക്സാമ്പിൾസ് ഓഫ് ഇഗ്നിയസ് റോക്സ്. അതെ, നമ്മളിപ്പോൾ ലാസ്റ്റ് സ്ലൈഡിലും കൂടെ കണ്ടു, ശരിയാണ്. ഇഗ്നിയസ് റോക്സ് ആർ പ്രൈമറി റോക്സ് ഫോംഡ് ഓൺ ദ എർത്ത്. ഞാൻ പറഞ്ഞു പ്രൈമറി റോക്സ് ആണ്, അവിടുന്ന് ബാക്കി റോക്സിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ, റോക്ക് സൈക്കിളിന്റെ ഇനിഷ്യേഷൻ തന്നെ നടക്കുന്നു, അതുകൊണ്ട് തന്നെ പ്രൈമറി ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതും ശരിയാണ്. ഇഗ്നിയസ് റോക്സ് ഹാവ് ലെയേർഡ് സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞു ഇല്ല, ഇത് ഒരുമിച്ച് ക്രിസ്റ്റലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡെപ്തിനനുസരിച്ച് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന്റെ സൈസിലൊക്കെ വ്യത്യാസം വരും എന്നൊക്കെ പറഞ്ഞു. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഇസ് 4 only. 4 only ആണ് നമ്മുടെ ആൻസർ. സോ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഗ്നിയസ് റോക്കിനെ കുറിച്ച് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ, ഒരു എക്സാമിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇനിയും ഇതുപോലെയുള്ള സീരീസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് വേറെയും ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ, ജോഗ്രഫിയിലെ ഏതെങ്കിലും സ്പെസിഫിക് ഏരിയ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മളത് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഗൈസ്. സീ യു ഇൻ അനദർ വീഡിയോ.